ആദ്യത്തെ ഓർമ്മ വൈക്കത്ത് അമ്പലത്തിന് അനിയത്തിക്ക് ചോറ് കൊടുക്കാൻ പോയത്. ഈ ഓടിക്കുമ്പോ വേറെ വിഷമതയൊന്നുമില്ല. കണ്ണിന് ഇപ്പൊ കാഴ്ച കുറവുണ്ട്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഇപ്പൊ അങ്കിളിന്റെ കൂടെ ഉണ്ട്. യാത്ര തുടങ്ങാനൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ പരിചയം? 65 പോലെ ഞങ്ങൾ പരിചയമാണ്. അതുകഴിഞ്ഞ് യാത്ര തുടങ്ങിയത് 2000-ന് ശേഷമാണ് യാത്ര കൂടുതൽ. അതിന് മുമ്പൊക്കെ യാത്ര ആയെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടില്ല. 2000-ന് ശേഷമാണ് കൂടുതൽ. ഇപ്പോൾ 2000-ന് ശേഷമാണ് കൂടുതൽ യാത്ര. ഇവിടെയൊക്കെ പോകുന്നു, വാഗമണ്ണ് അവിടെയുള്ള അമ്പലങ്ങളെല്ലാം പോകുന്നത്, പിന്നെ തിരുപ്പതി അവിടെയൊക്കെ പോകുന്നു. അങ്ങനെ യാത്രയൊക്കെ യാത്ര അന്നൊക്കെ പോകുമായിരുന്നു. ഇന്നത് പറ്റുന്നില്ല, എങ്കിലും പോകും. രാത്രി ഓടിക്കാൻ പറ്റും. ആദ്യത്തെ ഓർമ്മ വൈക്കത്ത് അമ്പലത്തിന് അനിയത്തിക്ക് ചോറ് കൊടുക്കാൻ പോയത്. എൻ്റെ നാട്ടിൽ നിന്ന് വള്ളത്തിൽ കയറിയിട്ട് വേണം ബോട്ടിൽ കയറാൻ. ആ ബോട്ടുകാരൊന്നും അടുപ്പിച്ചില്ല, ഭയങ്കര കാറ്റും മഴയാണ്. വള്ളം മുങ്ങുമെന്നുള്ളത് കൊണ്ട് അവരങ്ങ് പോയി. ഞങ്ങൾ ആ പുഴയുടെ നടുക്ക് കിടക്കുന്നു. അതാനും പടിഞ്ഞാറെ കരയുന്ന പഴയ ഒരു പുലയൻ അവൻ്റെ വഞ്ചി കൊണ്ടുവന്ന് ഞങ്ങളെല്ലാം വിളിച്ച് അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി രാത്രി. അന്ന് രാത്രി അവിടെ താമസിച്ചു. അപ്പം എൻ്റെ അച്ഛനാണെങ്കിൽ വലിയ കട്ട് ശീലങ്ങളൊക്കെയാണ്. ഞങ്ങളോടത്തൊന്നും വെള്ളം പോലും കുടിക്കുമ്പോൾ അന്നെല്ലാം മാറി. അങ്ങനെ അവിടെ കയറിയിരുന്നത്. രാത്രി അവിടെ കിടന്നേച്ച് പിറ്റേ ദിവസം രാവിലെ ബോട്ട് വന്നു. ഞങ്ങൾ വൈക്കത്ത് പോയി അനിയത്തിക്ക് ചോറ് കൊടുത്തു. അതാണ് എൻ്റെ ആദ്യത്തെ അമ്പലത്തിൽ ഓർമ്മ. അങ്ങനെ വൈക്കത്തപ്പൻ അച്ഛനൊരു വിളിയുണ്ട്. അച്ഛൻ ഇടയ്ക്ക് എന്നും അമ്പത്തന്തോറും പോകും. ഇന്ന് ഇടയ്ക്ക് വിളിക്കും വൈക്കത്തപ്പനാണ്. ആ വൈക്കത്തപ്പനാണ് ഞങ്ങളുടെ തറവാട്ട് ദൈവം. ഇത് വണ്ടി ഓടിക്കുന്നത് അങ്കിള് തന്നെയല്ലേ? ഇപ്പൊ എത്ര പ്രായമുണ്ട്? 82 വയസ്സുണ്ട്. അപ്പൊ ഈ ഓടിക്കുമ്പോ വേറെ വിഷമതയൊന്നുമില്ല. കണ്ണിന് ഇപ്പൊ കാഴ്ച കുറവുണ്ട്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകും. കാരണം അത്ര വളരെ ശ്രദ്ധിച്ച് പോകും. പെട്ടെന്നൊന്നും പഴയ പോലെ ഒന്നും നമുക്ക് തിരിഞ്ഞു കയറാനൊന്നും പറ്റും. അവിടെ എന്താ തട്ടുമോ മുട്ടുമോ എന്നുള്ളത് പേടിയോ വരുമ്പോഴത്തേക്ക് നമ്മൾ അത്രത്തന്നെ സ്ലോ ആയിട്ട് തിരിഞ്ഞൊക്കെ ശ്രദ്ധിച്ചേ പോകും. പിന്നെ ഇപ്പം പഴയ പോലെ ഒന്നുമല്ല. ഇടയ്ക്ക് വലത്തൊന്നും എല്ലാ സ്ഥലത്തും കൂടെ ആൾക്കാരിടിച്ച് കയറുമ്പോൾ നമുക്ക് ഇട സൈഡിലേക്ക് നമ്മളുടെ അടുത്തോട്ട് തിരിയുമ്പോൾ ആ സൈഡിൽ തന്നെ കൊണ്ടുവന്ന് കയറ്റും, വലത്തോട്ട് തിരിയുമ്പോൾ വലത്തോട്ട്. അപ്പോൾ അങ്ങനെ സ്കൂട്ടറിൻ്റെ ഒക്കെ കുറേ നല്ല ഡിസിപ്ലിൻ ഇല്ലാണ്ട് വണ്ടി ഓടിക്കണം. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ കുഴപ്പമില്ല, ആ റാക്കനുസരിച്ച് പോകണമെങ്കിൽ കുഴപ്പമില്ല. ഞാനൊന്നും ചെയ്യില്ലായിരുന്നു. രാത്രി ഓടിക്കാൻ പറ്റില്ല, കണ്ണിന് കാഴ്ച എതിരെ പിന്നെ വണ്ടിയുടെ റിഫ്ലക്റ്റ് അടിച്ചാൽ കണ്ണിന് കാഴ്ച കുറയും. അപ്പം പിന്നെ നിർത്തിയിട്ടേ പോകാൻ പറ്റും. രാമചരിത്ത് തുടങ്ങി മാരക, വൃന്ദാവൻ, ഗോവർദ്ധൻ, ബർസാന, ഗോകുലം, പ്രധാനപ്പെട്ടതെല്ലാം ആയിരുന്നു തോന്നുന്നു എനിക്ക്. അതുവരെയാണ് അവസാനം പോയത്. ഇനി എവിടേക്ക് പോവാൻ ആഗ്രഹമുണ്ട്? ഇനി മെയിനായിട്ടുള്ളതെല്ലാം കഴിഞ്ഞു. കാരണം ആരോഗ്യം അത്രയും മോശമായി. ലാസ്റ്റ് പോയത് ഏറ്റവും വലുതെന്ന് പറയുന്നത് അയോധ്യ ഞാൻ 3 പ്രാവശ്യം പോയിട്ടുണ്ട്. ആദ്യം പള്ളിക്കകത്ത് ഇരുന്ന സമയത്ത് പോയിട്ടുണ്ട് 84-ൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് 2015-ൽ. അപ്പം ബാലാലയം പ്രതിഷ്ഠയ്ക്കാണ്. അതിൻ്റെ കൂടെ അന്ന് ഈ അമ്പലത്തിൻ്റെ പണികൾ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നു. അത് വളരെ വിശദമായിട്ട് തന്നെ അന്ന് കണ്ടു. പിന്നീട് ഇപ്പോൾ ലാസ്റ്റ് അവിടെ ഒരു VIP ദർശനം നമുക്ക് അറേഞ്ച് ചെയ്തു 22-ാം തീയതി. അപ്പോൾ അതുകൊണ്ട് അവരുടെ കാറ് വന്ന് എയർപോർട്ടിൽ വന്ന് പിടിച്ചുകൊണ്ട് പോയി താമസം അറേഞ്ച് ചെയ്ത് തന്നു. യാത്ര മുഴുവൻ അവർ തന്നെ കൺട്രോൾ ചെയ്തു. അങ്ങനെ ഏറ്റവും മുമ്പിൽ തന്നെ എന്ന് ശ്രീരാമനെ തൊഴുതു. നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് എപ്പോഴും ഉള്ളത്? രണ്ടുപേരും തന്നെ. മൂത്തവൻ വരുമ്പോ ഒക്കെ ഓടിച്ചു കൊടുക്കും, ചേട്ടൻ്റെ മൂത്തവൻ. അപ്പൊ താമസിക്കുന്ന നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് അവിടെ? പാചകം അങ്ങനെയുള്ളൊക്കെ? അതെ, പാചകമൊക്കെ ഇപ്പോൾ ജോലിക്ക് ആളുണ്ടില്ലെങ്കിൽ രാവിലെയുള്ള കാപ്പിയൊക്കെ ഞാൻ ഉണ്ടാക്കും. ആളില്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കും ഒക്കെ ചെയ്യും.
2250 ക്ഷേത്രങ്ങളിൽ ഞാൻ ദർശനം നടത്തിയിട്ടുണ്ട്. വലുതും ചെറുതും ഒക്കെ ആയിട്ട് ഒരുമാതിരി വലിയ ക്ഷേത്രങ്ങളെല്ലാം പോയിട്ടുണ്ട്. 2000 കൂടുതൽ ഞാൻ ആയിട്ടുണ്ട്, പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ആദ്യം ഗുരുജിയാണ് എനിക്ക് ഒരു തീർത്ഥാടകൻ എന്നുള്ള ഒരു പുരസ്കാരം തന്നത്. അതിന് ശീലത ഗുരുജിയെ ഞാൻ ആദ്യം കാണാൻ വന്നത് ഒരു 10 കൊല്ലം മുമ്പ്. എൻ്റെ രാമേന്ദ്രൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സ്നേഹിതനുണ്ട്. അദ്ദേഹം വഴിയാണ് ഗുരുജിയെ പരിചയപ്പെട്ടത്. എൻ്റെ ഫാമിലി വൈഫ് കേരള യൂണിവേഴ്സിറ്റി ബയോകെമിസ്ട്രിയിൽ പ്രൊഫസറായിരുന്നു. റിട്ടയർ ചെയ്ത് 28 കൊല്ലം. 2002 റിട്ടയർ ചെയ്തു. 2020 18 കൊല്ലം കഴിഞ്ഞപ്പോൾ പോയി. 3 ആമക്കളാണ്. 3 പേരും നല്ല നിലയിൽ കഴിഞ്ഞു കൂടുന്നു. മൂത്തവർ 2 പേരും ബോംബെയിൽ. ഏറ്റവും ഇളയവൻ അമേരിക്കയിലായിരുന്നു. അവിടെ നിന്ന് വന്ന് ഇവിടെ ഞാനൊരു IT യൂണിറ്റ് തുടങ്ങിയിട്ടിരുന്നു. അത് അവൻ ടേക്ക് ഓവർ ചെയ്തിട്ട് ഇപ്പോൾ അത് നന്നായിട്ട് നടക്കുന്നു. അവനതിൻ്റെ പേരിൽ കൊണ്ടുപോവുകയാണ്. ഇവിടെ ഇരുന്നാലും എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെങ്കിൽ ഋഷിയിൽ ഞാൻ വരും.